ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഞാൻ സൗമ്യ അനീഷ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു അടിപൊളി ടേസ്റ്റി സ്നാക്സ് ആണ്. അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ വെച്ചിട്ട് വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കി എടുക്കാം. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണണേ. അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണണ്ടേ? അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയണ്ട, വേഗം വീഡിയോ കണ്ടിട്ട് വരാം. സ്നാക്സ് ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പം അതിന് വേണ്ടിയിട്ട് കുറച്ച് ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അത്യാവശ്യം വലുപ്പമുള്ള ഉരുളൻകിഴങ്ങ് 2 എണ്ണം പുഴുങ്ങിയെടുത്തിട്ടുണ്ട്, 2 പുഴുങ്ങിയ മുട്ട, ഒരു ചെറിയ സവാള ചെറുതായി അരിഞ്ഞത്, ഒരു കഷ്ണം ഇഞ്ചിയും ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട്, ഒരു പച്ചമുളക്. അത് ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് ചേർത്താൽ മതി. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ പെരിഞ്ജീരകം, ചെറിയ ജീരകം, ഒരു നുള്ളു മഞ്ഞൾപ്പൊടി, ക്രഷ്ഡ് ചില്ലി ഒരു 1/4 ടീസ്പൂൺ എടുത്താൽ മതി, ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല, ആവശ്യത്തിനുള്ള ഉപ്പ്. ഇനി നമുക്കൊരു ബൗൾ എടുക്കാം. ഇനി ഇതിലേക്ക് പുഴുങ്ങി വെച്ചിരിക്കുന്ന പൊട്ടറ്റോ ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് നന്നായിട്ട് ഉടച്ചെടുക്കുക. വെള്ളമൊന്നും ഒഴിച്ചുടയ്ക്കരുത്. ഇതുപോലെ ഒരു തവി ഉപയോഗിച്ചോ മാഷ് ഉപയോഗിച്ചോ ഉടച്ചെടുത്താൽ മതി. നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും പച്ചമുളകും ഇഞ്ചിയും എല്ലാം കൂടി ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കാം. കൂടെ തന്നെ അതിന്റെ പൊടികളും ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി നന്നായിട്ട് യോജിപ്പിച്ചു കൊടുക്കണം. ശേഷം നമ്മൾ പുഴുങ്ങി വെച്ചിരിക്കുന്ന മുട്ട ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കിയതുകൂടി ഇട്ട് കൊടുക്കുക. ഒത്തിരി ചെറുതാക്കണ്ട. നമ്മൾ സ്നാക്സ് കഴിക്കുന്ന സമയത്ത് ഒന്ന് കടിക്കാൻ കിട്ടുന്ന രീതിയിൽ കട്ട് ചെയ്താൽ മതി. അതുകൂടി ഇതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. എല്ലാം നന്നായി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിവിടെ മാറ്റി വെക്കാം. ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ബ്രെഡ് അതിൻ്റെ സൈഡെല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒരു പ്ലേറ്റിൽ കുറച്ച് വെള്ളം എടുത്ത് അതൊന്ന് ഇതുപോലെ മുക്കിയെടുക്കുക. ഒത്തിരി നേരം മുക്കി വെക്കരുത്, ഒന്ന് മുക്കിയിട്ട് പെട്ടെന്ന് തന്നെ എടുക്കണം. ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് അതിലെ വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞെടുക്കാം. ബ്രെഡ് നന്നായിട്ട് സോഫ്റ്റ് ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ ഇതുപോലെ വെള്ളത്തിലൊന്ന് മുക്കിയെടുക്കുന്നത്. അതിനുശേഷം റെഡിയാക്കി വെച്ചിരിക്കുന്ന ഫില്ലിങ്സ് ഓരോ സ്പൂൺ ഇതിലേക്ക് വെച്ച് നമുക്കൊന്ന് ബോളാക്കി എടുക്കാം. ഫില്ലിങ്സ് ഒന്നും പുറത്ത് പോകാതെ വേണം ചെയ്തെടുക്കാൻ. ഇനി ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ ബാക്കിയുള്ളത് കൂടി ഞാൻ ഇതുപോലെ തന്നെ ഉരുട്ടി എടുത്തിട്ടുണ്ട്. ഫില്ലിങ്സ് ഒന്നും പുറത്ത് പോയിട്ടില്ല, കണ്ടോ? അപ്പോൾ ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പം അതിന് വേണ്ടിയിട്ട് എണ്ണ നന്നായിട്ട് ചൂടായിരിപ്പുണ്ട്. അതിലേക്ക് ഓരോന്ന് ഇട്ട് കൊടുക്കാം. ഫ്ലെയിം സിമ്മിലാക്കി വെച്ചിട്ട് വേണം ഇട്ട് കൊടുക്കാൻ, അല്ലെങ്കിൽ അങ്ങ് പെട്ടെന്ന് ബ്രെഡ് അങ്ങ് കരിഞ്ഞു പോകും. ഇനി ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാൻ മറക്കരുത്, കാരണം എല്ലായിടത്തും ഒരേപോലെ ഫ്രൈ ആകാൻ വേണ്ടിയിട്ടാണ്. ബ്രെഡ് അല്ലേ, പെട്ടെന്ന് അങ്ങ് ബ്രൗൺ കളർ ആകും. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഒന്ന് തിരിച്ചു മറച്ചൊക്കെ അങ്ങ് ഇട്ട് കൊടുത്താൽ മതി. ഫ്ലെയിം സിമ്മിലാക്കി വെക്കാൻ മറക്കല്ലേ. ഇതെല്ലാ സൈഡും ഒരേപോലെ ഫ്രൈ ആയിട്ടുണ്ട്, കണ്ടോ? നല്ല ബ്രൗൺ കളർ ആയിട്ടില്ലേ? നമുക്കിത് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. നല്ല ബ്രൗൺ കളർ ആയിട്ടുണ്ട്, കണ്ടോ? ബാക്കിയുള്ളത് കൂടി ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് ഒരെണ്ണം എടുത്ത് കട്ട് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്ന് അറിയണ്ടേ. അപ്പോൾ പുറമൊക്കെ നല്ല ക്രിസ്പിയാണ്, ഉള്ളു നല്ല സോഫ്റ്റും
കണ്ടോ നല്ല അടിപൊളിയായിട്ടുണ്ട്. അപ്പം നല്ലൊരു ഫ്ലേവറാണ് കേട്ടോ. അപ്പോൾ ഇതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. പറ്റുമെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അപ്പോൾ എല്ലാവരും സേഫായിട്ടിരിക്കുക, ആരോഗ്യം സൂക്ഷിക്കുക. അതുപോലെ തന്നെ മാസ്ക് ഒന്നും ഇല്ലാതെ ആരും പുറത്തു പോകരുത്. എല്ലാം പെട്ടെന്ന് മാറിയെന്ന് നമുക്ക് സർവേശ്വരനോട് പ്രാർത്ഥിക്കാം. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ, ടേക്ക് കെയർ.